What is up, guys? L2E Empuran, the most awaited Malayalam film, the biggest Malayalam film, directed by Prithviraj Sukumaran, starring Mohanlal. ഇത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട് എന്ത് ഹൈപ്പായിരുന്നു ഗൈസ് മൂവി ഇറങ്ങുന്നതിന് മുമ്പേ. എന്ത് ഹൈപ്പായിരുന്നു, എന്ത് മാർക്കറ്റിംഗ് ആയിരുന്നു, എന്ത് ഫാൻ തിയറീസ് ആയിരുന്നൊക്കെ ഉള്ളത്, എന്തൊക്കെയായിരുന്നു ഉള്ളത്. ഖുറേഷി ഒരാൾ, അബ്രാം ഒരാൾ, രണ്ട് വേറെ വേറെ ക്യാരക്ടേഴ്സാണ്. മമ്മൂട്ടിയുണ്ട്, ആമിർ ഖാനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, ഇല്ലുമിനാറ്റി ഉണ്ട്, ഇല്ലുമിനാണ്ടി ഒന്നും പറയിപ്പിക്കണ്ട. എന്തൊക്കെ ഹൈപ്പായിരുന്നു ഇതൊക്കെ കണ്ട ആൾക്കാരൊക്കെ ഹൈപ്പായിട്ടാണ് ഈ മൂവി കാണാൻ പോയേക്കുന്നത്. പക്ഷെങ്കിൽ has the film been able to justify that hype? Well, I'll tell you in my review. Let's quickly jump into the positives and negatives. മൂവിയുടെ പോസിറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് മലയാളം ഫിലിം എവർ. മലയാളം ഫിലിം മാത്രമല്ല, ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ഇന്ത്യൻ സിനിമ എവർ. ബിഗ്ഗസ്റ്റ് ഇൻ ദ സെൻസ് ഹോളിവുഡ് ലെവൽ പ്രൊഡക്ഷൻ ഡിസൈൻ ആൻഡ് ആക്ഷൻ സെറ്റ് പീസസിനെ മാച്ച് ചെയ്യാൻ ഈ മൂവിയെക്കാട്ടിലും ബെറ്ററായിട്ട് വേറെ ഒരു ഇന്ത്യൻ ഫിലിമിനും പറ്റിയിട്ടില്ല ഗൈസ്. ഐ മീൻ, ഈ മൂവിയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഗ്ലോബ് ട്രോട്ടിംഗ് അഡ്വെഞ്ചറാണ്. കുറേ 7-8 ഡിഫറെൻറ്റ് കൺട്രീസിൽ സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കയിൽ സെനഗൽ, പിന്നെ അമേരിക്കയിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, പിന്നെ ഫ്രാൻസിലുണ്ട്, ഇറാഖിലുണ്ട്, അങ്ങനെ എല്ലാ കോണ്ടിനെൻറ്റ്സും ഇവർ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെയുള്ള സീൻസൊക്കെ എന്ന് വെച്ചാൽ നല്ല ഹോളിവുഡ് ലെവലാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഈ മൂവിയുടെ കുറേ സീൻസൊക്കെ നമ്മൾ റാൻഡംലി ടി വിയിൽ പ്ലേ ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളത് സ്റ്റാർ മൂവീസ് അല്ലേ HBO ആണെന്നേ വിചാരിക്കത്തുള്ളൂ. അത് ഏഷ്യാനെറ്റ് ഒന്നും ആണെന്ന് നമ്മൾ വിചാരിക്കത്തില്ല. So there are a lot of action set pieces which are set in Africa and Iraq. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഹോളിവുഡ് മൂവി, നമ്മുടെ ഹേർട്ട് ലോക്കറോ അല്ലെ അങ്ങനത്തെ 0-30 കൈൻഡ് ഓഫ് മൂവീസ് കാണുന്ന ഒരു ഫീലാണ് കിട്ടിയത്. സൂപ്പർ. നമ്മുടെ ആർമിക്കകത്തുള്ള ഇവരുടെ എക്വിപ്മെൻറ്റ്സ് ഒക്കെ അല്ലേ, ഇവരുടെ ഹംവീസും ഇവരുടെ വെഹിക്കിൾസും ഇവരുടെ ഹെലികോപ്റ്റേഴ്സും ഇവരുടെ ടാങ്ക്സും പിന്നെ ഇൻ്റർനാഷണൽ സ്പൈ ഏജൻസീസിലൊക്കെ ഉള്ള ഏജൻസും ഇവരൊക്കെ കാണുമ്പോൾ ഇവരുടെയൊക്കെ സീൻസൊക്കെ എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒത്തൻറ്റിക് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ജനറലി ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ സീൻസൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി ഗിമിക്കി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത് നമ്മൾ ശരിക്കും ഒരു ഹോളിവുഡ് മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലായിരുന്നു ഗൈസ്, ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. ഐ ആം സോ പ്രൗഡ് ടു സേ ദാറ്റ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു മൂവിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്രയും ക്ലോസ്ലി റെപ്ലിക്കേറ്റ് ചെയ്ത ഒരു ഹോളിവുഡ് സ്റ്റൈൽ പടം എടുത്തേക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം കുറേ ബോളിവുഡ് മൂവീസൊക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ പഠാൻ ഒരു ഗ്ലോബ് ട്രോട്ടിംഗ് സ്പൈ ത്രില്ലറാണ്. പക്ഷേങ്കിൽ ആ മൂവി കാണുമ്പോഴും നമുക്കതൊരു ഇന്ത്യൻ ഫിലിം ആണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേങ്കിൽ ഇതല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരിക്കും ഒരു പക്ക ഹോളിവുഡ് ലെവൽ സംഭവം. പണം ചിലവാക്കിയിട്ടുണ്ടെന്ന് ഈ പടം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്രയ്ക്ക് ഗ്രാൻഡ് സ്കെയിൽ ഓഫ് വിഷനാണ്, ഗ്രാൻഡ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഡിസൈനാണ്. ഇതിൻ്റെ അകത്ത് ഇറാഖിലൊരു ഗോസ്റ്റ് ടൗണിൻ്റെ അകത്ത് ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ആ ഗോസ്റ്റ് ടൗണിൻ്റെ സെറ്റ് ഡിസൈനൊക്കെ നിങ്ങൾ കാണുമ്പോൾ അങ്ങ് ഞെട്ടിപ്പോവും. ഇത്രയും വലിയ ഗ്രാൻഡായിട്ടുള്ളൊരു ഇമാജിനേഷൻ മലയാളം സിനിമയാണല്ലോ എക്സിക്യൂട്ട് ചെയ്തല്ലോ എന്ന് വെച്ചാൽ അടിപൊളി. ഹാറ്റ്സ് ഓഫ് പൃഥ്വിരാജ് ആയാലും ഫുൾ ടീം ആയാലും ഫോർ ദ സ്കെയിൽ, ദ വിഷൻ, ദ ഡെയറിങ് ഇൻ ദം ടു ഗോ ബിയോണ്ട് കൺവെൻഷൻസ്. ഐ മീൻ സൂപ്പർ. സെക്കൻഡ് പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ മൂവിയുടെ ഫസ്റ്റ് 1 hour ആദ്യത്തെ 30 minutes എന്ന് വെച്ചാൽ ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ആണ് സെറ്റ് ഇൻ നോർത്ത് ഇന്ത്യ. പിന്നെ അത് കഴിഞ്ഞത്തെ 30 minutes നമ്മുടെ കേരളത്തിലെ കറണ്ട് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ്, ലൂസിഫർ എന്ന മൂവി എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ എന്താണ് സിറ്റുവേഷൻ കേരളത്തിൽ, അതാണ് നെക്സ്റ്റ് 30 minutes. അപ്പോൾ ഇത് വെച്ച് ടോട്ടൽ ആദ്യത്തെ 1 hour വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ മൂവി അടിപൊളിയാണ് ഇൻ ടേംസ് ഓഫ് all aspects എന്ന് വെച്ചാൽ ഓവറോൾ ഡിറക്ഷൻ, എഡിറ്റിംഗ്, പേസിംഗ് ഓഫ് ദ ഫിലിം, സെറ്റിംഗ് അപ്പ് ദ സ്റ്റോറി, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇതെല്ലാം. ആദ്യത്തെ ഫ്ലാഷ് ബാക്ക് സീനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നല്ല അടിപൊളി ലെവലിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. അത് ഇന്ത്യയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തെങ്കിലും നല്ല സൂപ്പർ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. അതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഇൻറ്റൻസ് ആയിട്ട് നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ആയിട്ട് അങ്ങ് ഇരിക്കും സ്ക്രീനിൻ്റെ മുമ്പിൽ. വി വോണ്ട് ഈവൻ ഹാവ് ടൈം ടു ബ്ലിങ്ക്. ദാറ്റ്സ് ഹൗ ഇമേഴ്സീവ് ദി എക്സ്പീരിയൻസസ്. പിന്നെ അത് കഴിഞ്ഞ് കേരളത്തിലെ ലാൻഡ്സ്കേപ്പ് കാണിക്കുമ്പോൾ നല്ല രസമാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ആദ്യത്തെ 1 hour ഞാൻ കണ്ടപ്പോൾ ഞാൻ ഓർത്ത്, ഓ മൈ ഗോഡ്, അമേസിങ്, ഇറ്റ്സ് ഗോണ ബി എ ഫൺ റൈഡ്.
ആ ഫസ്റ്റ് സ്റ്റാർ എൻഡ് ആകുന്നത് മോഹൻലാലിൻ്റെ ഇൻട്രോയും കൊണ്ടാണ്. ദാറ്റ്സ് ദ തേർഡ് പോസിറ്റീവ് ഓഫ് ദ ഫിലിം. മോഹൻലാൽസ് ഇൻട്രോ. ഇങ്ങനത്തെ മാസ് മൂവിക്കകത്ത് നമ്മൾ ആക്ച്വലി വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ഹീറോയുടെ എൻട്രിക്ക് വേണ്ടിയല്ലേ. അടിപൊളി എൻട്രി ആയിരുന്നു. അടിപൊളി എൻട്രി എന്ന് വെച്ചാൽ പേഴ്സണലി ഫോർ മീ ഇതിൻ്റെ മുമ്പേ എൻ്റെ ഫേവററ്റ് മോഹൻലാൽ എൻട്രി സീൻ എന്ന് വെച്ചാൽ സാഗർ ഇലിയാസ് ജാക്കിക്കകത്തുള്ള എൻട്രി സീനാണ്. പുള്ളി ഇങ്ങനെ ഡെസേർട്ടിൽ ആ റോഡിൽ നിന്ന് പോലീസുമായിട്ട് ഇങ്ങനെ നടന്നു വരുന്ന ആ സീൻ. 2009 കണ്ടിറങ്ങിയ മൂവിയല്ലേ സാഗർ ഇലിയാസ് ജാക്കി. ആ സമയം വെച്ച് നോക്കുവാണെങ്കിൽ ദാറ്റ് ഫിലിം വാസ് വിഷനറി. അങ്ങനത്തെ ഒരു എൻട്രൻസ് സീനൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് മലയാളം സിനിമയിലൊന്നും ഒരിടത്തും കണ്ടിട്ടില്ല, ഒരു മൂവിക്കകത്തും കണ്ടിട്ടില്ല. സോ ദാറ്റ്സ് വൈ ഇറ്റ് ജസ്റ്റ് കോട്ട് എവ്രി വൺസ് ഐ ആൻഡ് ഇറ്റ് ഇസ് ദ മോസ്റ്റ് റിമാർക്കബിൾ ഓർ ഐക്കോണിക് എൻട്രി സീൻസ് ഓഫ് മോഹൻലാൽ. പക്ഷെങ്കിൽ ഈ മൂവിയുടെ എൻട്രി സീനും ആ സെയിം ലെവലാണ്. ഇത് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പം എൻ്റെ ഗൈസ് ഗൂസ് ബംസും രോമാഞ്ചവും ഒക്കെ വന്ന് ആൾക്കാരൊക്കെ അലയ്ക്കുന്ന എല്ലാവരും എന്ത് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഓവറോൾ എൻട്രിയും കണ്ടിട്ട്. ആ എൻട്രിയുടെ സെറ്റപ്പും ഹെലികോപ്റ്റേഴ്സും ആർമി ആ സെറ്റപ്പ് എല്ലാം വേറെ ലെവലായിരുന്നു ഗൈസ്. വേറെ ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ്, പക്ഷെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ മാസ് എൻട്രി. ദാറ്റ് കോമ്പിനേഷൻ വാസ് റിയലി ഗുഡ്. സോ ദാറ്റ് ഓവറോൾ എൻട്രി വാസ് റിയലി ഗൂസ് ബംപ് ഇൻഡ്യൂസിങ്. പക്ഷെങ്കിൽ ഇനിയും ഞാൻ എൻ്റെ നെഗറ്റീവ്സ് പറഞ്ഞു തുടങ്ങാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പടം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മോഹൻലാൽ വരുന്നത്. സോ ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ, വേർ ഇസ് മോഹൻലാൽ? മോഹൻലാൽ എവിടെ ഈ പടത്തിൻ്റെ അകത്ത്? പുള്ളി വരുന്നത് 1 മണിക്കൂർ കഴിഞ്ഞാണ്. അതും ഇൻട്രോ എന്ന് വെച്ചാൽ സ്ലോ മോഷൻ വാക്കും 2 മാസ് ഡയലോഗും, അത് കഴിഞ്ഞ് പുള്ളി പോവും. പിന്നെയും ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് പുള്ളി പിന്നെയും വരുന്നത്. അതിലും ഒരു സ്ലോ മോഷൻ വാക്കും ഒരു ഇൻട്രോയും 2-3 മാസ് ഡയലോഗും, പിന്നെയും പുള്ളി പോവും. പിന്നെ പടം ഇൻ്റർവെല്ലാവും. പിന്നെ അത് കഴിഞ്ഞ് ഇൻ്റർവെല്ല് കഴിഞ്ഞാണ് പുള്ളി വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസിന്. പിന്നെ അത് കഴിഞ്ഞ് ഒരു വലിയ ഇൻ്റർവെല്ല് കഴിഞ്ഞാണ് പുള്ളി വരുന്നത്. അപ്പം മോഹൻലാൽ എവിടെ? ഞാൻ മോഹൻലാലിനെ കാണാനല്ലേ വന്നേക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ മൂവിക്കകത്ത് ഞാനിപ്പം മഞ്ജു വാര്യറിനെയോ സുരാജ് വെഞ്ഞാറമൂടിനെയോ ടൊവിനോയോ ഇവരെയൊക്കെ ഒന്നും അല്ലല്ലോ കാണാൻ വന്നേക്കുന്നത്. ഓക്കെ, ഇവരൊക്കെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടിങ് ആക്ടേഴ്സാണ്. പക്ഷേ ഞാൻ കാണാൻ വന്നേക്കുന്നത് നമ്മുടെ ലാലേട്ടനെയാണ്. നമ്മുടെ ലാലേട്ടൻ പെർഫോം ചെയ്യുന്ന കാണാനാണ് വന്നേക്കുന്നത്. പുള്ളി എവിടെ? പുള്ളി ഇടയ്ക്കിടയ്ക്കൊക്കെ മാത്രം വരും. പുള്ളിയുടെ ആ സ്ലോ മോഷൻ വാക്കും പുള്ളിയുടെ ആ ഇൻറ്റൻസ് ലുക്കും 2-3 മാസ് ഡയലോഗും ഒക്കെ പറയും, എന്നിട്ടങ്ങ് പോവും. So I was left asking for more. Give me more of Mohanlal. Where is the performer Mohanlal? പെർഫോം എവിടെയാണ് പുള്ളി ചെയ്യുന്നത്? പുള്ളി വരുന്ന സീൻസിൻ്റെ അകത്തും മോസ്റ്റ്ലി പുള്ളി ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്ന് പുള്ളി ഇങ്ങനെ ഇൻറ്റൻസ് ലുക്കൊക്കെ കൊടുത്ത് ഇതൊക്കെ ചെയ്യുന്നത് പന്നലായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് മോഹൻലാലിൻ്റെ ആ പ്രസൻസ് എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. പുള്ളിയെ കാണുമ്പം ഒരു രസമാണ് കാണാൻ. പക്ഷെങ്കിൽ ഐ പേഴ്സണലി വാണ്ടഡ് ഹിം ടു പെർഫോം മോർ ഇൻ ദിസ് ഫിലിം. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഓവറോൾ. ഒന്നാമത് കുറച്ച് സീൻസിലേ വരുന്നുണ്ട്. ആ കുറച്ച് സീൻസിലും പുള്ളിയെ ചുമ്മാ അതിങ്ങനെ മാസ്സായിട്ട് എൻട്രിയും സ്ലോ മോഷനും പുള്ളിയുടെ കാലും പുള്ളിയുടെ തലയുടെ ബാക്ക് സൈഡും ഇതൊക്കെ കാണിച്ച് പിന്നെ 2-3 പുള്ളിയുടെ കണ്ണാടിയുടെ ക്ലോസപ്പും ഇതൊക്കെയാണ് കാണിക്കുന്നത്. പെർഫോമർ മോഹൻലാൽ എവിടെ? പിന്നെ സെക്കൻഡ് നെഗറ്റീവ് എന്ന് വെച്ചാൽ 2 പ്രത്യേകതരം ക്യാരക്ടേഴ്സാണ് മോഹൻലാൽ പൊർട്രേ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാളാണെങ്കിലും സ്റ്റീഫൻ നെടുമ്പള്ളി വേറെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. ഖുറേഷി അബ്രാം അല്ലെങ്കിൽ അബ്രാം ഖുറേഷി ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി ബേസ്ഡ് ഇൻ കേരള, പോളിറ്റിക്സിൽ ഉള്ള ആൾ. ഖുറേഷി അബ്രാം ഒരു ഇൻ്റർനാഷണൽ മാഫിയ, ഡ്രഗ് നെക്സസ്, ഡ്രഗ് ഗോൾഡ് സ്മഗ്ലിംഗ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ ലെവൽ മാഫിയയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ലൂസിഫർ ഫസ്റ്റ് മൂവി ലൂസിഫറിനകത്ത് മോസ്റ്റ്ലി കണ്ടത് സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. 80-90% ഓഫ് ദ മൂവി വാസ് സ്റ്റീഫൻ നെടുമ്പള്ളി. വെറും 10% ലാസ്റ്റ് ആയപ്പോൾ മാത്രം ഖുറേഷി അബ്രാമിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ കണ്ടത്. പക്ഷേ എംപുരാൻ ഈസ് മോസ്റ്റ്ലി അബൌട്ട് ഖുറേഷി അബ്രാം. മൂവിയുടെ 80-90% ഈസ് ഖുറേഷി അബ്രാം. വെറും 10-20% സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്നുണ്ട്. ഖുറേഷി അബ്രാമിൻ്റെ ക്യാരക്ടർ മോഹൻലാലിനെ കണ്ടപ്പം ഓക്കെ, ആ ഇൻട്രോ സീൻസൊക്കെ കൊള്ളാം. പുള്ളി ഇങ്ങനെ നടന്നു വരുന്നു, സ്ലോ മോഷൻ നടന്നു വരുന്നു. പക്ഷേ more than that there was nothing to it. It was just style over substance. പുള്ളിയുടെ ആ ക്യാരക്ടറിനൊരു നല്ല കോണ്ടെക്സ്റ്റോ ഒരു ബേസോ പുള്ളി എന്താ ചെയ്യുന്ന ഇതൊന്നും ഇവർ കാണിച്ചിട്ടില്ല. ജസ്റ്റ് സ്റ്റൈലിന് വേണ്ടി മാത്രം ഒരു വലിയ ഡ്രഗ് എന്താ പറയുന്നത്, ഒരു വലിയ മാഫിയ സംഘത്തിൻ്റെ ഒരു തലവനാണ് പുള്ളി നല്ല ജീനിയസ് ഒരു തലവനാണ്. ഓൾവേസ് അഹെഡ് ഓഫ് ഹിസ് എനിമീസ്. അതൊക്കെ ഓക്കെ, നമ്മൾ പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ നമുക്കൊന്ന് കാണണ്ടേ? ഈ മൂവി വാസ് ടോട്ടലി അബൌട്ട് ഖുറേഷി അബ്രാം. ഇതൊന്നും നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ നമ്മൾ ആൾക്കാർ പറയുന്ന കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ പുള്ളി വരുന്ന സ്ലോ മോഷൻ നടക്കുന്ന ഇച്ചിരി ഫൈറ്റൊക്കെ ചെയ്യുന്ന പഞ്ച് ഡയലോഗും പറയുന്ന അത്രേ ഉള്ളൂ. അപ്പം
ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന ക്യാരക്ടർ പ്രോപ്പർലി റിട്ടൺ അല്ലായിരുന്നു. അത് കണ്ടിട്ട് രസം വന്നില്ല. ലൂസിഫറിൻ്റെ അകത്ത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ക്യാരക്ടർ അങ്ങനെ അല്ലായിരുന്നു. ഇറ്റ് വാസ് വെൽ റിട്ടൺ. പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. പൊളിറ്റിക്സിൽ എങ്ങനെ പുള്ളി സ്കീം ചെയ്ത് ഒരാളെ താഴോട്ട് കൊണ്ടുവരുന്നു, മറ്റേ ഒരാളെ മുകളിലോട്ട് കൊണ്ടുപോകുന്നു, ഇതൊക്കെ നമുക്ക് കാണാമായിരുന്നു ആ മൂവിക്കകത്ത്. ദാറ്റ്സ് വൈ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ദാറ്റ്സ് വൈ യു കുഡ് റിലേറ്റ് ടു ദ ക്യാരക്ടർ ഓഫ് സ്റ്റീഫൻ നെടുമ്പള്ളി. ഈ മൂവിക്കകത്തും 20% ഓഫ് മോഹൻലാൽസ് ഓവറോൾ സ്ക്രീൻ ടൈം മാത്രമേ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടർ പുള്ളി പൊട്ടർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ 20% ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് പാർട്ടിൻ്റെ അകത്ത് കൊണ്ടുവന്ന പുതിയ ക്യാരക്ടർ ഖുറേഷി എബ്രഹാമായിട്ട് എനിക്കൊത്തിരി റിലേഷൻ ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല. സോ ഓവറോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ സെക്കൻഡ് പാർട്ട് വാസ് എ ലെറ്റ് ഡൗൺ. യാ, ആൻഡ് ദെൻ മൈ തേർഡ് ആൻഡ് മൈ ബിഗ്ഗസ്റ്റ് നെഗറ്റീവ് വാസ് ദ മൂവീസ് സ്റ്റോറി. ഗൈസ്, ദ സ്റ്റോറി വാസ് എ ബിഗ് ഡിസപ്പോയിൻമെൻറ്റ്. ബിഗ് ഡിസപ്പോയിൻമെൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ 1 hour വാസ് റിയലി ഗുഡ്. ഇറ്റ് വാസ് സെറ്റിംഗ് അപ്പ് ദ ഫിലിം. ദ സെക്കൻഡ് 1 hour വാസ് ഓൾ അബൌട്ട് സെറ്റിംഗ് അപ്പ് ഖുറേഷി എബ്രഹാം, പുള്ളിയെക്കുറിച്ചുള്ള ഗ്ലോബ് ട്രോട്ടിങ് അഡ്വെഞ്ചേഴ്സ് വേറെ കൺട്രിയിൽ. എല്ലാ 5-5 മിനിറ്റിലും നമ്മൾ വേറെ ഒരു കോണ്ടിനെൻറ്റിൽ തന്നെയാണ്. ഓക്കെ, ദിസ് ഷോസ് ദ വിഷൻ ആൻഡ് ദ ഗ്രാൻഡിയർ ഓഫ് ദ ഫിലിം. പക്ഷേങ്കിൽ ഇത് കാരണം ഒരു ഓഡിയൻസിന് എന്തുവാ നടക്കുന്നതെന്ന് രജിസ്റ്റർ ആകാൻ ഒത്തിരി ഡിഫിക്കൽട്ടാണ്. പിന്നെ ലാസ്റ്റിലത്തെ 1 മണിക്കൂർ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ റിവെഞ്ച് പ്ലോട്ടാണ്. സയ്യിദ് മസൂദ്, പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിനെ ബേസ് ചെയ്തൊരു സിമ്പിൾ റിവെഞ്ച് പ്ലോട്ടാണ്. അപ്പം നമ്മൾ ലൂസിഫർ മൂവിക്കകത്ത് കണ്ടേക്കുന്ന ആ ഓവറോൾ പൊളിറ്റിക്സ്, ലാൻഡ്സ്കേപ്പ്, സ്കീമിങ്, എന്തോ ആ ലെവൽ ഓഫ് സ്റ്റോറി ടെല്ലിങ് എനിക്ക് ഈ മൂവിക്കകത്ത് കാണാൻ പറ്റിയില്ല. ലാസ്റ്റിലത്തെ 1 മണിക്കൂർ എന്ന് വെച്ചാൽ സിമ്പിൾ ഒരു ബേസിക് റിവെഞ്ച് പ്ലോട്ടാണ്. ഇതിൻ്റെ അകത്ത് ഓവറോൾ നമ്മൾ ലൂസിഫറും എമ്പുരാനും ഒക്കെ കാണുന്നതെന്ന് വെച്ചാൽ കേരള പൊളിറ്റിക്സ് ഇതൊക്കെ കാണാൻ, എങ്ങനെ മോഹൻലാൽ ഇതിനെ ഹി തിങ്സ് അഹെഡ് ഓഫ് എവറി വൺ, ഇതൊക്കെ കാണാൻ. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒന്നുമില്ല. ഇത് ലാസ്റ്റിലത്തെ 1 hour എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ബേസിക് റിവെഞ്ച് പ്ലോട്ടാണ്. റിവെഞ്ച് പ്ലോട്ട് ആണെങ്കിലും ഓക്കെ, ഇവർ ഫുൾ മൂവിക്കകത്ത് സെറ്റപ്പ് ചെയ്തിട്ടൊന്നും ഇവർ വലിയ ഇൻ്റർനാഷണൽ ലെവലിലെ ആൾക്കാരാണ്, എന്തൊക്കെ എക്വിപ്മെൻറ്റ്സും ഗൺസും ഭയങ്കര സെറ്റപ്പുള്ള ആൾക്കാരാണ്. എന്നിട്ട് ലാസ്റ്റിലെ ക്ലൈമാക്സിൽ ഇവരെല്ലാവരും ഒരു മൈതാനത്ത് വന്ന് അടിച്ച് തല്ലിയൊക്കെയാണ് ക്ലൈമാക്സ് നടക്കുന്നത്. ഇത്രയും വലിയ ഹോളിവുഡ് ലെവൽ ഗ്രാൻഡ് സ്കെയിലിൽ മൂവി ഉണ്ടാക്കിയിട്ടും ഇവർക്ക് ക്ലൈമാക്സ് ചെയ്യേണ്ടത് ടിപ്പിക്കൽ മലയാളം ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് വെച്ചായി പോയല്ലോ. ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ക്ലൈമാക്സ് ഒക്കെ കാണിക്കുമായിരുന്നെങ്കിൽ എന്ത് രസമായേനെ. ഓവറോൾ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോറി, ഇറ്റ് വാസ് ദ ഹോൾ മൂവി വാസ് സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ്. മൂവി കണ്ടു കഴിഞ്ഞിട്ട് ഒരു തൃപ്തി കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ, മൂവി കണ്ടു കഴിഞ്ഞ ഒരു അഡ്രിനലിൻ റഷോ, ഒരു ഇൻറ്റൻസിറ്റിയോ, ഒരു കിക്കോ ഒന്നും കിട്ടിയില്ല. കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഞാൻ ചുമ്മാ ഓക്കെ മൂവി കണ്ടു കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. സോ യാ, ദാറ്റ്സ് മൈ ഓവറോൾ review of L2E Empuran. It had the potential to become something which we had never seen before. It started off well, the graph went like this, പക്ഷെങ്കിൽ അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് നടക്കുന്ന ഒരു സിമ്പിൾ ബേസിക് റിവെഞ്ച് പ്ലോട്ട് ലൈനും കൊണ്ടുവന്ന് ഗ്രാഫ് താഴോട്ടും കൊണ്ടുവന്ന് ഡിസപ്പോയിൻ്റ് ആക്കി കളഞ്ഞ്. ഞാൻ പറഞ്ഞില്ലേ, ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പം. പക്ഷെങ്കിൽ പോസിറ്റീവ്സ്, നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനും ഹോളിവുഡ് ലെവൽ ഇതൊക്കെ അടിപൊളിയാണ്. സോ ദാറ്റ്സ് വൈ ഇഫ് യു ആസ്ക് മീ, ഇത് തിയേറ്ററിൽ പോയി കാണണോ വേണ്ടയോ, യെസ്, തിയേറ്ററിൽ കാണണം. കാരണം ഈ മൂവി എന്ന് വെച്ചാൽ തിയേറ്ററിൽ കാണാൻ വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ ഉള്ള ഫീൽ പോലും കിട്ടത്തില്ല. സോ തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക. ഇറ്റ്സ് എ വൺ ടൈം എൻ്റർടൈനിങ് വാച്ച്, ബട്ട് ദാറ്റ്സ് ഇറ്റ്. നത്തിങ് സ്പെഷ്യൽ, നത്തിങ് മോർ ദൻ ദാറ്റ്. So that's my review of L2E Empuran, guys. See you all in another video with another review. Till then, take care. Bye-bye. Goodbye. Sayonara.